ഹായ് ഫ്രണ്ട്സ്, മണ്ണത്തി ഫാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ പേൾ ഗ്രാസ് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ ഓർഡറാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗാർഡൻ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം മെയിൻ്റെനൻസ് വേണ്ടാത്ത പ്ലാന്റ്സ് മാത്രം നമ്മൾ വെച്ച് കൊടുത്തുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് യുജീനിയ, പിന്നെ കുറച്ച് എത്തി. ഇതാണ് വീടിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. വീട് പണി ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഇത് ഈ ഒരു സെറ്റും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇത് പിന്നെ ഇവിടെ ചുറ്റും നമ്മൾ റെഡ് പാമാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ ആ ഒരു നല്ല വെയിലുള്ള സമയത്താണ് വെച്ചത്. സോ അതുകൊണ്ട് ആ ഒരു പ്ലാന്റ്സ് അത്രയ്ക്ക് ഞങ്ങൾ ഹെൽത്തി ആയിട്ട് വന്നിട്ടില്ല. ഒരു അസ്വാമിനേക്കാളും 1 മന്ത് മുന്നേ വെച്ച് കൊടുത്താണ്. പക്ഷെ അത് വെയിലായതുകൊണ്ട് തന്നെ പ്ലാന്റ്സൊക്കെ അപ്പോൾ അതൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ കൂടുതലായിട്ട് യുജീനിയനെ വെച്ചിട്ടുള്ളതിൽ നമ്മുടെ ലിവർ റെഡ് ഉണ്ടല്ലോ, അതും നോർമൽ റെഡും, ഇത് രണ്ടാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ഇനി അടുത്ത പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് രണ്ടും കൂടിയിട്ട് ഒരു 450 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഈ ഒരു സൈഡ് ഓൾമോസ്റ്റ് ഇതേ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെയും കുറച്ച് ഇതിരിക്കുന്നുണ്ട് നമ്മുടെ അടുപ്പം. പക്ഷെ ഇതൊന്നും വലിയ കുഴപ്പമില്ല. ഈ ഒരു സൈഡ് കമ്പാരിറ്റീവ് കുറച്ച് വെയിൽ കുറവാണ്. ചിലതൊക്കെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ഷേപ്പാക്കി നിർത്താൻ വേണ്ടിയിട്ട്. കുഞ്ഞുണ്ണിയാണ് ഇവിടുത്തെ ഫുൾ ഡിസൈനർ. കുഞ്ഞുണ്ണിയുടെ ഇഷ്ടപ്രകാരമാണ് നമ്മളോട് ഓരോന്നും ചെയ്യുന്നത്, അല്ല കുഞ്ഞാ? ഇനി വേറെ എന്താ പ്ലാന്റ് വെച്ചെടുക്കണ്ടേ? പൂക്കളുള്ള പ്ലാന്റ്സ് ശ്രദ്ധിച്ചാൽ മതി. ഫ്ലവറിങ് പ്ലാന്റ്സ് ആയതുകൊണ്ട് നമുക്ക് മഴ വരുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ആ ഒരു ഫ്ലവർ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി പോകും. ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ തന്നെയാണ്. പൂച്ചട്ടിയാണ് സ്ഥലം വരുന്നത്. ഭാരതീയ വിദ്യാഭവൻ്റെ അടുത്താണ് വരുന്നത്. പിന്നെ ഇത് ഇവിടെ നമ്മുടെ മയൂരി അല്ല, അരേലിയയുടെ യെല്ലോ കളർ വരുന്നു. ഇതൊക്കെ മുന്നേ ജസ്റ്റ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഈ വീട്ടിലെ ഇവർ 2 പേരും ജോലിക്കാരാണ്. സോ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ അധികം പ്ലാന്റ്സ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഹെലിക്കോണിയയുടെ വെരിഗേറ്റഡ് വയ്ക്കാനാണ് പ്ലാൻ. അതുപോലെ തന്നെ ഇവിടെയും ഈ 2 സൈഡ്. പിന്നെ നമ്മളിതേ കുറച്ച് അനിമൽസ് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ട് കൊക്ക് അങ്ങനെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്ത് നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് മാത്രം 3-4 എണ്ണം മാത്രം നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ അവർക്കത് നോക്കി സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം പ്ലാന്റ്സ് അങ്ങനെ എക്സ്പെൻസീവ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഓരോ സെറ്റ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലുക്ക് ഞാൻ കാട്ടിത്തരാം.